ിലേക്ക് മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് M. നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കോടതി വിധി പറയുക. വിശദാംശങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്നും കാളിദാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാളിദാസ്, വീണ വിജയനും മുഖ്യമന്ത്രിക്കും ഈ വിധി നിർണായകമാകുമെന്ന് തന്നെ നമുക്ക് പറയാം. ഈ വിധി എതിരാവുകയാണെങ്കിൽ ഏതൊക്കെ നടപടിയിലേക്ക് നീങ്ങാനാണ് സാധ്യതയുണ്ടാവുക? വിശദാംശങ്ങൾ. ശ്രുതി പറഞ്ഞതുപോലെ തന്നെ വീണ വിജയനും എക്സാലോജിക്കിനും നിർണായകമായ ദിവസം തന്നെയാണ് ഇന്ന് മാസപ്പടി കേസിൽ കർണാടക ഹൈക്കോടതി വിധി പറയുകയാണ്. ജസ്റ്റിസ് നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് വിധി പറയുന്നത്. ഉച്ചയ്ക്ക് 2:30 ഈ കേസിൽ വിധി പറയും. കേസിൽ ഉണ്ടായ വാദം എന്ന് പറയുന്നത്, എക്സാലോജിക് ഉന്നയിച്ച വാദം തങ്ങൾക്ക് നേരെ ROCയുടെ അന്വേഷണം കൃത്യമായി ഉണ്ടായിരുന്നു, അതിന് കൃത്യമായി സഹകരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഈ SFIO അന്വേഷണം എന്ന് പറയുന്നത് ഒരു സമാന്തര അന്വേഷണമാണോ എന്ന് പോലും തങ്ങൾക്കറിയില്ല. ഇനി അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണെങ്കിൽ അത് തീർത്തും നിയമവിരുദ്ധമാണ്, അത് റദ്ദാക്കണം എന്ന തരത്തിലാണ് എക്സാലോജിക്കിൻ്റെ ഭാഗത്തു നിന്നും വന്ന വാദം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം SFIO ഉന്നയിച്ച വാദം, അതിന് പ്രതിവാദമായി SFIO ഉന്നയിച്ചത് ഇതൊരിക്കലും ഒരു സമാന്തര അന്വേഷണമല്ല, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം തീർച്ചയായും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. SFIO അന്വേഷണം പ്രഖ്യാപിച്ച ആ സമയം തന്നെ ROCയുടെ അന്വേഷണം അവിടെ അസാധുവായിരിക്കുകയാണ്. അവർ അതിനുശേഷം ROC കൃത്യമായി രേഖകൾ തങ്ങൾക്ക് സമർപ്പിച്ചു എന്ന് തന്നെയാണ് SFIOയുടെ അഭിഭാഷകനായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വാദിച്ചത്. മാത്രമല്ല, വിവിധ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ഉന്നതാധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെ ഇതിലേക്ക് വന്ന് ചേർന്നേ മതിയാകൂ എന്ന തരത്തിലും അദ്ദേഹം വാദിച്ചിരുന്നു. ഈ രണ്ട് വാദങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് തീർച്ചയായും വിധി വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വാദം ഉണ്ടായതിനു ശേഷം രണ്ട് കൂട്ടർക്കും കൃത്യമായ നിർദ്ദേശം കർണാടക ഹൈക്കോടതി നൽകിയിരുന്നു. എക്സാലോജിക്കിനോട് തീർച്ചയായും ഈ അന്വേഷണത്തിൽ സഹകരിക്കണം, അതേപോലെ തന്നെ SFIO ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൈമാറണമെന്നും പറഞ്ഞിരുന്നു. കൂടാതെ SFIയോട് ഇനിയും വിധി ഉണ്ടാവുന്നത് വരെ ഒരിക്കലും അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്നും നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ഇതൊരു തീർച്ചയായും ഒരു രാഷ്ട്രീയ മാറ്റം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കളികൾ ഇനിയും നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും കേന്ദ്ര സർക്കാർ തീർച്ചയായും ഇതൊരു ആയുധമായി, രാഷ്ട്രീയ ആയുധമായി ചിത്രീകരിക്കും എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ CPMൻ്റെ ഭാഗത്തു നിന്നും വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഇത് തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എത്തരത്തിൽ വേണമെങ്കിലും CPMൻ്റെ ആരോപണങ്ങൾ ധാരാളമായി കാണേണ്ടി വരും. മാത്രമല്ല, അതേപോലെ തന്നെ കേന്ദ്രത്തിലെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇന്ത്യ മുന്നണിയും ഇതിലൊക്കെ തീർച്ചയായും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങളും കേന്ദ്ര സർക്കാർ ഉന്നയിക്കാൻ ഇടയുണ്ട്. ശ്രുതി, വ്യക്തമാണ്. മാസപ്പടി വിവാദത്തിൽ ഇന്നത്തെ വിധി വീണ വിജയനും മുഖ്യമന്ത്രിക്കും കമ്പനിക്കുമൊക്കെ നിർണായകമായ വിധിയായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയും. ജസ്റ്റിസ് M. നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് വിധി പറയുക. ഇന്ന് ഉച്ചയോടെയാണ് വിധി ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് കാളിദാസ് നൽകിയത്.